സഹോദരങ്ങളെ, 5 നേരത്തെ നമസ്കാരത്തിലൂടെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുന്നുള്ളൂ. വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് മറ്റൊരു വചനത്തിലൂടെ നമ്മെ പഠിപ്പിച്ചത് അന്നൽ മസാജിദ ലില്ലാഹ്, മസ്ജിദുകളൊക്കെയും അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതാണ്, അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. മരിച്ചുപോയ മഹാന്മാരെ, മരിച്ചുപോയ മഹത്തുക്കളെ പച്ചപ്പട്ട് വിരിച്ച് അവരോട് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയല്ല അള്ളാഹു പഠിപ്പിച്ചത്. ലോകത്ത് വന്ന പ്രവാചകന്മാർ പഠിപ്പിച്ചത് അന്നൽ മസാജിദ ലില്ലാഹ്, മസ്ജിദുകൾ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതാണ്, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ആവലാതികളും നമ്മുടെ രോഗങ്ങളും നമ്മുടെ മനസ്സിൻ്റെ നീറ്റലുകളും പങ്കുവെക്കേണ്ടത് അതിന് പരിഹാരം കാണാൻ കഴിവുള്ള റബ്ബുൽ ആലമീനായ ഏകനായ ആ സൃഷ്ടാവിനോട് മാത്രമാണ് സഹോദരങ്ങളെ. അള്ളാഹ് പഠിപ്പിച്ചതാണ് അന്നൽ മസാജിദ ലില്ലാഹ്, മസ്ജിദുകൾ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അള്ളാഹുവിന് പുറമെ നിങ്ങളൊന്നിനോടും പ്രാർത്ഥിക്കരുതേ എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, ഇസ്ലാമിൻ്റെ അമൂല്യമായ, ഇസ്ലാമിൻ്റെ ആധികാരികമായ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ 5-6 കോടി രൂപയ്ക്ക് ഓരോ മഖ്ബറകളും അതൊരു ബിസിനസ് കേന്ദ്രങ്ങളായി മാറി. അതിനുവേണ്ടി ലേലം പിടിച്ചെടുത്തിട്ട് അവിടെ ഉറൂസ് മഹാമഹങ്ങളും ഷിർക്കൻ ആരാധനാരീതികളും അന്ധവിശ്വാസങ്ങളും അതുപോലെ പലതരത്തിലുള്ള നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത പുതിയ പുതിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൻ്റെ മാർഗദീപം പഠിപ്പിക്കേണ്ട പുരോഹിതന്മാർ പടച്ചവനല്ലാത്ത പടപ്പുകളോട് പ്രാർത്ഥിക്കുവാൻ പുതിയ തെളിവുകൾ തേടി, പുതിയ അറിവുകൾ പകർന്ന് ഈ സമൂഹത്തെ വഴിപിഴപ്പിച്ച് നരകാഗ്നിയിലേക്ക് ആപതിപ്പിക്കുന്ന ഏറ്റവും വലിയ ജൽപ്പനങ്ങളാണെന്ന് നാം തിരിച്ചറിയണം സഹോദരങ്ങളെ. പുരോഹിതന്മാരുടെ മതമല്ല നാം സ്വീകരിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച, സ്വഹാബത്ത് പഠിപ്പിച്ച ആ മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത്, ആ വഴിയാണ് നാം സ്വീകരിക്കേണ്ടത് സഹോദരങ്ങളെ. എന്തൊക്കെ ആചാരങ്ങളാണ്, എന്തൊക്കെ അനുഷ്ഠാനങ്ങളാണ്. പള്ളിയുടെ ചുറ്റും ഒരു പ്രത്യേക തരത്തിലുള്ള കുടം ചുമന്നുകൊണ്ട് ചന്ദനക്കുടവുമായി നടക്കുന്ന ഒരവസ്ഥ. ഈ സമൂഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ ശുദ്ധീകരിച്ച ഈ സമൂഹത്തെ ബഹുദൈവ ആരാധനയിലേക്ക്, ഷിർക്കൻ വിശ്വാസങ്ങളിലേക്ക്, അന്ധവിശ്വാസങ്ങളിലേക്ക്, ഇല്ലാത്ത മായാവി കഥകൾ പറഞ്ഞ് ഈ പുരോഹിതന്മാർ സാധുക്കളെ ചൂഷണം ചെയ്യുമ്പോൾ സഹോദരങ്ങളെ, സഹോദരിമാരെ, മരണമാവസന്നമാകുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പുറത്തേക്ക് വരണമെങ്കിൽ ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് വആഖിറു കലാമുഹു ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മുടെ അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ, അല്ലാഹയല്ലാതെ മറ്റൊരാരാധ്യനുമില്ലെന്ന പ്രഖ്യാപനമാണെങ്കിൽ ദഖലൽ ജന്ന, നമ്മൾ സ്വർഗത്തിലാണ് സഹോദരന്മാരെ. ആ റബ്ബ് കാണുന്നുണ്ടെന്നുള്ള, ആ റബ്ബൻ്റെ ജീവിതം കാണുന്നുണ്ട് എന്നുള്ള ബോധമുള്ളവരാണ് ഹറാമുകളിൽ നിന്ന്, വ്യഭിചാരത്തിൽ നിന്ന്, പലിശയിൽ നിന്ന്, പാമരങ്ങളായ സാധുക്കളായ അയൽവാസികളെ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് മാറി ഒരു നല്ല മനുഷ്യനായി, ഒരു നല്ല വിശ്വാസിയായി മാറുന്നത് സഹോദരങ്ങളെ. എല്ലാ അന്ധവിശ്വാസങ്ങളിൽ നിന്നും മാറി ഹൃദയത്തിൻ്റെ ഉള്ളിലെ തൗഹീദിൻ്റെ ആ ദീപശിഖ, ആ വിശ്വാസം, ആ ദൃഢബോധ്യം, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഖബറിനെക്കുറിച്ച്, ആ പരലോകത്തെക്കുറിച്ച് നാം ചിന്തിക്കണം സഹോദരങ്ങളെ. ഈ തൗഹീദ് ഉൾക്കൊണ്ടില്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ വൃദ്ധാവിലായി പോകും. മരണാസന്നമായ സമയത്ത് നാം പ്രയാസപ്പെടേണ്ടി വരും. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹുവിൻ്റെ റസൂലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തും നമ്മെ പഠിപ്പിച്ചു തന്ന ആ തൗഹീദിലായിക്കൊണ്ട്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട്
ഒരു വിശ്വാസി ഇന്നമാദു റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ. എൻ്റെ സങ്കടങ്ങളും എൻ്റെ ആപലാദികളും എൻ്റെ വിഷമങ്ങളും എൻ്റെ നീറ്റലുകളും എൻ്റെ റബ്ബിനോട് മാത്രമേ ഞാൻ പങ്കുവെക്കൂ എന്ന ആ ദൃഢബോധ്യം നമുക്കുണ്ടാകണം സഹോദരങ്ങളെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.